ഞാൻ ഈ മക്രോണി എന്ന് പറഞ്ഞ സാധനം തിന്നിട്ടുണ്ട് അരിയില്ലാഞ്ഞിട്ട്. മക്രോണി എന്ന് പറഞ്ഞ് കഥാപ്രസംഗം വരെ ഉണ്ടായി EMS സർക്കാരിന് വിമോചന സമരത്തിൻ്റെ കൂട്ടത്തിൽ. മക്രോണി എന്ന് പറഞ്ഞാൽ ഒരു തരം ധാന്യം പോലത്തെ സാധനമാണ്. അത് നമുക്ക് അതുകൊണ്ട് ഉപ്പുമാവുണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. അതാണ് മക്രോണി. അന്ന് അരിയില്ല, എന്ത് ചെയ്യും? അങ്ങനെയാണ് അരി എവിടെ, തുണി എവിടെ, പറയൂ സർക്കാരെ. കേരളത്തിലെ ആദ്യത്തെ കത്തുന്ന മുദ്രാവാക്യം അതായിരുന്നു. അരിയില്ല, തുണിയില്ല. ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. ബർമ്മയിൽ നിന്ന് വേണം അരി വരാൻ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയുടെ PL 480 സ്കീമിൽ ഗോതമ്പും പാൽപ്പൊടിയും പിന്നെ റവയും അവരെ അയച്ചിട്ട് ആ റവ കൊണ്ടാണ് സ്കൂളുകളിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തതും പിള്ളേർക്ക് പാൽ കൊടുത്തതും. ഇത് കഴിഞ്ഞിട്ട് സിമെൻറ്റിന് പെർമിറ്റ് വേണമായിരുന്നു. ജില്ലാ കളക്ടറെ സപ്ലൈ ഓഫീസറുടെ പെർമിറ്റ് വേണം. ആ പെർമിറ്റും വാങ്ങിച്ചുകൊണ്ട് പോയാൽ സിമെൻറ്റ് കടയിൽ നിന്ന് നമുക്ക് സിമെൻറ്റ് തരുള്ളൂ. പഞ്ചസാരയ്ക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു, മണ്ണെണ്ണയ്ക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു, ഇതിനൊക്കെ റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി. ഇപ്പം എല്ലാവർക്കും റേഷൻ കാർഡ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് എടുത്തു വയ്ക്കും എന്നുള്ളതല്ലാതെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്ന എത്ര പേരുണ്ട്? ഞാൻ അത് വാങ്ങിയാൽ തന്നെ കോഴിക്കിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. കോഴിക്കും പന്നിക്കും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കും. അത്രയ്ക്ക് അബൻഡൻസായി. അപ്പോൾ അതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത വരുന്നു.